അപ്പോൾ അതിനിടയ്ക്ക് BP ജെയിംസ് ഒരു സന്തോഷ വർത്തമാനമുണ്ട്. ഒരു സുഹൃത്ത് പറഞ്ഞു കേട്ടോ, ഈ ക്രിസ്മസ് ദിനത്തിലെങ്കിലും PP ഇത്തിരി തള്ളു കുറയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചു. എൻ്റെ പൊന്നോ എന്തൊരു തള്ള് എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തൊരു തള്ളന്റെ പൊന്നോ എന്നാ ചോദിച്ചത്. എൻ്റെ പൊന്നോ നമ്മൾ തള്ളല്ല, വളരെ തള്ളെ തുടങ്ങിയ റിയൽ സ്റ്റോറിയാണ്. ഉറച്ചു നിൽക്കുന്നു. അല്ല, അത് PP തള്ളിയതാണോ എന്ന് അവർക്കൊരു സംശയം വരാൻ കാര്യം എന്തുവാ? അതെന്ന് വെച്ചാൽ ബെത്ലഹേമില് ക്രിസ്മസ് ആഘോഷം 2 വർഷം ഇല്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? ഓക്കെ, താങ്ക് യു BP. നമുക്ക് BPക്ക് ഒരു മനോഹരമായ പാട്ട് കേൾപ്പിച്ചു തരാം. പാട്ടാ കേൾക്കുമോ BP സാറിന്? ആരോ വിൺമേഘ തേരിൽ വന്നു. ഇതെങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്കറിയാം. എനിക്ക് തോന്നുന്നു PP പാട്ടും കൂടെ തുടങ്ങിയാലേ. എങ്ങനെ ഞാൻ പാടിയാൽ നാട്ടുകാർ ഓടും, അതുകൊണ്ട് ഞാൻ കാണുന്നില്ല. പ്രേക്ഷകരില്ലാതെ കാര്യം ചെയ്യാം. ഗേയചിത്രയുടെ പാട്ടാ വരാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ തൊടുപുഴയിലെ ബിനു കുന്നുംപുറത്ത് അദ്ദേഹം അയച്ചു തന്ന പാട്ടാണ് ആരോ വെൺമേഘ തേരിൽ വന്നു. നമ്മുടെ പ്രിയങ്കരിയായ ചിത്രയാണ് പാടിയിരിക്കുന്നത്. നമുക്ക് ആ പാട്ടിലേക്ക് ഒന്ന് പോവാം. ആരോ വെൺമേഘത്തേരിൽ വന്നു രാരീരം പാടി, പാടാ പാട്ടിൻ താളം പോൽ നെഞ്ചിൽ ചാഞ്ചാടി, അമ്മമാരിൻ ചൂടിലെ സ്നേഹലാളനമേറ്റു നീ
എന്തായാലും മനോഹരമായ പാട്ടാണല്ലേ, നമ്മൾ ശരിക്കും ആസ്വദിച്ചു. പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടമായി കാണും. കെ ചിത്ര പാടിയ പിന്നെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? സാർ ജെയിംസ് സാർ അങ്ങ് അങ്ങ് അരെ പി പി ഇങ്ങനെ പറയാ അങ്ങ് ഇഴുകി ചേർന്നിരിക്കുക. അരെ പി പിയോ? പി പി വെറുതെ അങ്ങ് ഇഴുകും. അറിയുന്ന പോലും ഈ പാട്ട് നമുക്ക് അയച്ചു തന്നത് ജിനു കുന്നുമ്പുറത്താണ്. താങ്ക്സ് ടു ചിത്ര ആൻഡ് താങ്ക്സ് ടു ജിനു കുന്നുമ്പുറത്ത്. അപ്പൊ ജിനു, ഇനി ഇതുപോലുള്ള നല്ല ആൽബങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ ഓർമ്മിക്കുക. അതേ നമുക്ക് പറയാൻ പറ്റൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.